ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സർക്കാർ ഗവർണർ പോര്. ഹൈക്കോടതി ഉത്തരവ് മറികടന്ന് സാങ്കേതിക സർവകലാശാല വിസിയെ നിയമിച്ചതിനെ തുടർന്നാണ് വീണ്ടും അഭിപ്രായ ഭിന്നത ശക്തമായത്. ഇതിനിടെ സർവകലാശാലയിലെത്തിയ വിസിയെ എസ്എഫ്ഐ പ്രവർത്തകർ തടഞ്ഞത് പ്രതിഷേധത്തിന് ഇടയാക്കി. സർക്കാർ പാനൽ പട്ടിക പാടെ തള്ളിക്കൊണ്ട് ഗവർണർ വീണ്ടും വിസി നിയമനം നടത്തിയതോടെ സർക്കാരുമായി മറ്റൊരു പോർമുഖം തുറന്നിരിക്കുകയാണ് ഗവർണർ. ഗവർണറുടെ നടപടിയെ നിയമപരമായി നേരിട്ട് ഉത്തരം നൽകാനാണ് സർക്കാരിന്റെ നീക്കം. KTUവിന്റെ ആക്ടിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതുപോലെ സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന പാനലിൽ നിന്ന് നിയമിക്കുക എന്നുള്ള കാര്യം അദ്ദേഹം അതിന് വിരുദ്ധമായ നിലയിലാണ് നിലപാട് സ്വീകരിച്ചത്. സർക്കാർ അതിൽ നിയമപരമായിട്ടുള്ള നടപടികളിലൂടെ തന്നെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. നിയമനം നടത്തിയത് അധികാരപരിധിയിലെന്ന് ചൂണ്ടിക്കാണിച്ച് ഗവർണറുടെ മറുപടി ഇങ്ങനെ: That was at that time because the Honorable High Court had said, and there is a provision in the act of these two universities, government, the right of the government to recommend names. On the basis of that recommendation, I have given charge to him. അമിത്ഷായുടെ ദല്ലാൽ പണിയെടുക്കുന്ന ഗവർണർ നിയമങ്ങളും വ്യവസ്ഥകളും പാലിക്കണമെന്ന ബിനോയ് വിശ്വത്തിന്റെ രൂക്ഷ വിമർശനം. അദ്ദേഹത്തിന്റെ കീഴിൽ കേരള രാജ്ഭവൻ BJPയുടെ ക്യാമ്പ് ഓഫീസായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അമിത്ഷായുടെയും മോദിയുടെയും ഗവൺമെന്റിന് കേരളത്തിൽ നടപ്പിലാക്കാനാകാത്ത കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി പറഞ്ഞയച്ച ഒരു ദല്ലാൽ പണിയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതിനിടെ KTU സർവകലാശാല വൈസ് ചാൻസലറായി ചുമതലയേൽക്കാനെത്തിയ ഡോക്ടർ K. ശിവപ്രസാദിനെ SFI പ്രവർത്തകരും ഇടതു ജീവനക്കാരും ചേർന്ന് തടഞ്ഞു. പിന്നാലെ സർവകലാശാലയിൽ പ്രതിഷേധം. ഗവർണറുടെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഒപ്പം ഗവർണറെ ഒരിടവേളയ്ക്ക് ശേഷം രാഷ്ട്രീയമായി നേരിടാൻ CPIM-ഉം LDF-ഉം രംഗത്തെത്തുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.